മമ്പുറം തങ്ങൾ മുതൽ വേടൻ വരെയുള്ളവരുടെ ഇടപെടൽ. ഇന്നലെ 1.25 നൂറ്റാണ്ട് മുമ്പാണ് മമ്പുറം തങ്ങൾ പറയുന്നുണ്ട്, തമ്പുരാൻ എന്ന് വിളിക്കരുത്, റാൻ എന്ന് പറയരുത്, ഉച്ഛിഷ്ടം തിന്നരുത്, നിവർന്ന് നടക്കണം, ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ച് വാങ്ങണം. കേരളത്തിലെ നിരവധി നവോത്ഥാന പ്രതിഭകളുണ്ട്. അവരൊന്നും തങ്ങളുടെ കാല് കഴുകാൻ ആരോടും പറഞ്ഞിട്ടില്ല, അവരാരുടെയും കാലും കഴുകിയിട്ടില്ല. നീ എൻ്റെ മുമ്പിൽ കുനിയണം എന്നൊരു പ്രച്ഛന്ന കൽപ്പന അതിൻ്റെ പിന്നിലുണ്ട്. നിനക്കൊന്നും എൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ അവകാശമില്ല. എന്നാൽ നേരെ മറിച്ച് ഒരു അധ്യാപകൻ ചെയ്യേണ്ടത് കുനിഞ്ഞു നിൽക്കുന്ന ഒരാളെ നിവർന്നു നിൽക്കാനുള്ള ഊർജ്ജം നൽകുക. അവിടെയാണ് ഒരു അധ്യാപകൻ ഉണ്ടാവുന്നത്. ഇത് ആദരവുമല്ല, ബഹുമാനമല്ല, സ്നേഹവുമല്ല, ഇത് പ്രച്ഛന്നമായ അടിമത്തം. ഗുരു ശിഷ്യ ബന്ധം എന്ന് വിളിക്കുന്നത് ഒരു ഫ്യൂഡൽ കാലത്തിൻ്റെതാണ്. കാരണം ഗുരുകുലത്തിന്റെ വലിച്ചു നീട്ടലല്ല ആധുനിക വിദ്യാലയം. ഗുരുകുലത്തെ പൊളിച്ചിട്ടാണ് ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നത്. കാലുകഴുകലിലേക്ക് വന്നാൽ സത്യത്തിൽ അത് ഹിന്ദുമതത്തിന്റെ ആചാരമല്ല. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന ദളിതുകളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്ത് രാവിലെ മുതൽ രാത്രി വരെ ചളിയിൽ പൂണ്ട് ജോലി ചെയ്തിട്ട് ആ ശരീരത്തിലെ ചളി പോലും മര്യാദക്ക് കഴുകിയിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. KN ആണ് ഇന്ന് ഡൂൾ ടോക്ക് നമ്മുടെ അതിഥിയായിട്ടുള്ളത്, സ്വാഗതം മാഷെ. ഓക്കെ. അതായത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മളുടെ ചർച്ചകൾ ഗുരുപൂജ, അതിന്റെ പേരിൽ കുട്ടികളെ കൊണ്ട് കാല് കഴിപ്പിക്കുന്നു, ഇത്തരം കുറെ ആചാരങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. ഈ സ്കൂളുകളിലൂടെ ഇത്തരം മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുടെ ഒരു തിരിച്ചുവരവ് മുമ്പില്ലാത്തതുപോലെ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളെ കാണുന്നത്? സൂക്ഷ്മാർത്ഥത്തിൽ ഇത് മതപരമല്ല, മറിച്ച് സവർണ ജാതി പ്രത്യയശാസ്ത്രത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ്. പൊതുവേ ഒരു ധാരണ, ആചാരങ്ങളെല്ലാം അപ്രസക്തമാണ്, അതിനൊന്നൊരു പ്രസക്തിയുമില്ല, എല്ലാ ആചാരങ്ങളെയും ഉടനടി അവസാനിപ്പിക്കണം. അത്തരം കാഴ്ചപ്പാടുകളെല്ലാം ചരിത്രപരമായി അസംബന്ധമാണ്. കാരണം ഏതു ആചാരവും അതിൻ്റെ ഒരു ചരിത്ര സന്ദർഭത്തിൽ രൂപപ്പെട്ടു വന്നതായിരിക്കും. എന്നാൽ അതേ ആചാരം തന്നെ ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് മുന്നിൽ തടസ്സമായി തീരാം. അപ്പോൾ പിന്നെ അത് ആചാരമല്ല, അനാചാരമാണ്. അത് അവസാനിപ്പിക്കപ്പെടേണ്ടതാണ്. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ സൗകര്യത്തിന് വേണ്ടി, വിശകലന സൗകര്യത്തിന് വേണ്ടി ആചാരങ്ങൾ, ആചാര വിവേചനതകൾ, ആചാര ഭീകരതകൾ എന്ന് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. അതിൽ ആചാരം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ 2 മനുഷ്യർ തമ്മിൽ കാണുന്നു. അപ്പോൾ കാണുമ്പോൾ അവർക്ക് തങ്ങളുടെ അടുപ്പം അല്ലെങ്കിൽ അടുപ്പമില്ലായ്മ ഇത് ഏതെങ്കിലും തരത്തിൽ അവതരിപ്പിക്കേണ്ടി വരും. ചിലപ്പോൾ ഒന്ന് ചിരിക്കും, അല്ലെങ്കിൽ തലയൊന്ന് കുനിക്കും, അല്ലെങ്കിൽ കൈയൊന്ന് ഉയർത്തും, അല്ലെങ്കിൽ കൈ പിടിച്ച് കുലുക്കും, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, നമസ്തേ, അസ്സലാമു അലൈക്കും, ഇങ്ങനെ പല രീതിയിൽ അഭിവാദ്യങ്ങൾ. അത് ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ചായിരിക്കും, ഓരോ രാജ്യത്തിൻ്റെയും സാമൂഹ്യ പശ്ചാത്തലം അനുസരിച്ചായിരിക്കും. അത് ആചാരമാണ്. അതൊരാളെ ആക്രമിക്കുന്നില്ല, അതിന് കൊമ്പില്ല, അതിന് തേറ്റകളും ദംഷ്ടകളുമില്ല. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാവാം. ഇനി ചിലപ്പോൾ അതിൽ ആ പറയത്തക്ക തരത്തിലുള്ള ഒരു വിശ്വാസവും ഉണ്ടാവില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് മതവിശ്വാസം. മറിച്ച് എത്രയോ കാലമായി രൂപപ്പെട്ടു വന്ന, ഇപ്പം ചില സമൂഹങ്ങളിലൊക്കെ ആളുകൾ സൗഹൃദം പ്രകടിപ്പിക്കാൻ പരസ്പരം മൂക്കുകൊണ്ട് വരച്ചും. അത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ നമുക്ക് അപരിചിതമായിരിക്കും. നമുക്ക് അപരിചിതമാണ് എന്നുള്ളത് കൊണ്ട് ഒരു ആചാരം ആകെ അസംബന്ധമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ആചാരങ്ങൾ സാധാരണഗതിയിൽ നിരുപദ്രവങ്ങളാണ്. അതേസമയം ആചാര വിവേചനം എന്ന് പറയുന്ന ഒന്നുണ്ട്. അതെപ്പോഴാണ് രൂപപ്പെട്ട് വരിക എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ചില ആചാരങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് മാറുക, എന്നിട്ട് ആ ആചാരത്തിൽ താല്പര്യമില്ലാത്തവരും ആ ആചാരം പാലിക്കാൻ നിർബന്ധിതമാവുക. അതേസമയം മറ്റു പല ആചാരങ്ങളും പ്രാന്തവൽക്കരിക്കപ്പെടുക. ആ സമയത്ത് ആചാര വിവേചനം എന്നുള്ള ഒരു പുതിയ രാഷ്ട്രീയ പ്രശ്നം ഉയർന്നു വരും. അത് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനത്തിനൊക്കെ മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് മെഴുകുതിരി കത്തിക്കും, വിളക്ക് കത്തിക്കും, നാട മുറിക്കും, ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് മാത്രമായിട്ട് പറയും, ഇങ്ങനെ പല രീതിയിൽ ബഹുസ്വരം. എന്നാൽ അടുത്ത കാലത്ത്
നാട മുറിക്കലും മെഴുകുതിരി കത്തിക്കലും ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയലും അപര്യാപ്തമായി തീരുകയും ഭദ്രദീപം കൊളുത്തിയാൽ മാത്രമേ ഉദ്ഘാടനം നടക്കൂ എന്നുള്ള ഒരു ധാരണ പതുക്കെ രൂപപ്പെട്ടു വരികയും അതിനെ നാനാതരത്തിൽ ഭരണകൂട മാധ്യമങ്ങളിലൂടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ചെറിയ തോതിലൊരു ആചാര വിവേചനം കടന്നു വരും. ഈ വിവേചനത്തിൽ നിന്നാണ് പിന്നെ ആചാര ഭീകരത എന്നുള്ളത് രൂപപ്പെടുന്നത്. അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള ആചാരം നിങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കാൻ അർഹരല്ല, നിങ്ങൾ ഈ രാജ്യത്തെ പൈതൃകത്തെ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ ഈ രാജ്യത്തെ സംസ്കാരത്തെ ചോദ്യം ചെയ്യാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വലിയ പ്രചാരണങ്ങൾ രൂപപ്പെട്ടു വരും. അത് വളരെ അപകടകരമാണ്. ഉദാഹരണമായിട്ട് ഒരാൾക്ക് വിളക്ക് കത്തിച്ചും ഉദ്ഘാടനം ചെയ്യാം, കത്തിക്കാതെയും ഉദ്ഘാടനം ചെയ്യാം. എന്നാൽ കത്തിക്കാതിരിക്കുന്ന ആൾ രാജ്യദ്രോഹിയായിട്ട് ചാപ്പ കുത്തുമ്പോൾ അത് ആചാര ഭീകരതയാണ്. ഒരു പാവം വിളക്ക് അതോടുകൂടി ഒരു ഭീകര സ്ഥാനത്തേക്ക് അതിന് പ്രമോഷൻ കിട്ടും. അങ്ങനെ വളരെ നിരുപദ്രവകരമായ ആചാരങ്ങളെ പോലും വളരെ ഉപദ്രവകരമായ ഒരവസ്ഥയിലേക്ക് ഉയർത്തുന്നതിലാണ് നവഫാസിസം ആവേശം കൊള്ളുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ ക്ലാസിക്കൽ ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പൊതുവിൽ അവിടുത്തെ മധ്യവർഗ മനുഷ്യർക്കിടയിലൊക്കെ ഗുഡ് മോർണിംഗ് എന്നുള്ളതായിരുന്നു. നമ്മൾ കേരളത്തിലും ഇപ്പോൾ സുപ്രഭാതം, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുമല്ലോ. പക്ഷേ ഹിറ്റ്ലർ അധികാരത്തിൽ വന്നപ്പോൾ ഗുഡ് മോർണിംഗിന് പകരം കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഹേയ് ഹിറ്റ്ലർ എന്ന് പറയണം. അപ്പം അതൊരു പുതിയ രാഷ്ട്രീയ ആചാരമാണ്. അത് ഫാസിസം രൂപപ്പെടുത്തിയെടുത്ത ഒരു പുതിയ രാഷ്ട്രീയ ആചാരമാണ്. അപ്പം ഫാസിസത്തിൽ ആഭിമുഖ്യമുള്ള ആളുകളൊക്കെ അങ്ങനെ പറയും. അതേസമയം ഈ ഗുഡ് മോർണിംഗ് പറഞ്ഞ് പരിചയിച്ച ഒരാൾക്ക് പെട്ടെന്ന് ഹേയ് ഹിറ്റ്ലർ എന്ന് പറയാൻ അയാൾ ആഗ്രഹിച്ചാൽ പോലും പ്രയാസം ഉണ്ടാവും. അപ്പോൾ അവിടെ ഗുഡ് മോർണിംഗ് പറയാത്ത ആളുകൾ സന്ദേഹപ്പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെടും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറയാത്ത ഒരാളെ പോലും ഫാസിസം പേടിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ഇയാൾ ഹേയ് ഹിറ്റ്ലർ എന്ന് പറയാത്തത്? ഭരണകൂടത്തിന് ഭീഷണിയല്ലേ എന്നവർ ആലോചിക്കും. അതുപോലെ ഇന്ത്യൻ പശ്ചാത്തലത്തിലും വളരെ പതുക്കെ ചില ആചാരങ്ങൾക്ക് ഭരണകൂട ആചാരങ്ങളുടെ വളരെ പതുക്കെ ഞാൻ പറയാൻ കാരണം 2014 ഇന്ത്യൻ ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വന്നതോടുകൂടി ആരംഭിച്ചതല്ല. ഇപ്പം നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തെയും അഭിമാനമാണ് സെക്കുലർ കാഴ്ചപ്പാടിൻ്റെ ഉരുക്കുപോലെ ഉറച്ച പ്രതീകമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പക്ഷെ അദ്ദേഹത്തിന് പോലും പ്രധാനമന്ത്രിയാവുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലാത്ത, അദ്ദേഹം സൈദ്ധാന്തികമായി യോജിക്കാത്ത പലതരത്തിലുള്ള ബ്രാഹ്മണിക ആചാരങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അത് പിയറി ആൻഡേഴ്സണൊക്കെ വളരെ വിശദമായി പറയുന്നുണ്ട്. രാമേന്ദ്ര ഗുഹ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒരു വരിയിലും പറയുന്നുണ്ട്. അതായത് തഞ്ചാവൂരിൽ നിന്ന് ബ്രാഹ്മണ പുരോഹിതന്മാർ വരികയാണ്. എന്നിട്ട് നെഹ്റുവിനോട് ചമ്രം പടിഞ്ഞിരിക്കാൻ പറയാണ്. നെഹ്റു ആയത് നന്നായി, കാരണം അദ്ദേഹം യോഗ പരിശീലിച്ച ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് പത്മാസനം, അർദ്ധ പത്മാസനമൊക്കെ പരിചിതമാണ്. അതുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ യോഗ പരിചരിക്കാത്ത ഒരാളാണ് അങ്ങനെ ഇരിക്കുന്നെങ്കിൽ വീണു. പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാൻ പോകുന്ന ആൾ ഇരിക്കുമ്പോൾ തന്നെ വീണുപോയി എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേടാണ്. നെഹ്റു എന്തായാലും വീണില്ല. പക്ഷേ ഈ പുക എന്ന് പറയാൻ പാടില്ല, ധൂമം എന്ന് പറയണം, മന്ത്രോച്ചാരണങ്ങളും എല്ലാം കൂടി അരങ്ങ് തകർത്തു. 1.5 മണിക്കൂർ ഈ പാവം മനുഷ്യൻ, അദ്ദേഹത്തിന് അതിൽ വിശ്വാസമില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. വിശ്വാസം ഉണ്ടെങ്കിൽ അത് ആചരിക്കാവുന്നതാണ്. പക്ഷെ രണ്ടാമതൊരു പ്രശ്നം വരും. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ പ്രശ്നമാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയാവുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനു മുന്നോടിയായിട്ട് ഇത്തരം ആചാരങ്ങളിലൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞത് അനുചിതമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് 2014 തുടങ്ങിയതല്ല. അവിടെയാണ് ഇത് ഹിന്ദു മതത്തിൻ്റെ ആചാരങ്ങളല്ല, ജാതി മേൽക്കോയ്മയുടെ ആചാരങ്ങളാണ്. അതുകൊണ്ട് ജാതി മേൽക്കോയ്മ പ്രച്ഛന്ന രൂപത്തിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യപൂർവ്വകാലത്തും സ്വാതന്ത്ര്യാനന്തര കാലത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതിനെ വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് 2014 ഇന്ത്യയിലെ നവഫാസിസ്റ്റുകൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് നോക്കിയാൽ മതി.
കോവിഡ് കാലത്ത് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ കാണിച്ച കോമാളിത്തത്തിന് അതിരില്ല. അവർ എല്ലാവരോടും പാട്ടമുട്ടാൻ പറഞ്ഞു, വിളക്ക് കത്തിക്കാൻ പറഞ്ഞു. എന്നിട്ട് കോവിഡിനെതിരെ പ്രകാശയുദ്ധം എന്നതിനൊരു നല്ല തലക്കെട്ടും കൊടുത്തു. തലക്കെട്ടിലെ കവിതയൊക്കെ കൊള്ളാം, പക്ഷേ വിളക്ക് കത്തിച്ചിട്ടോ പാട്ടമുട്ടിയിട്ടോ മന്ത്രവാദം നടത്തിയിട്ടോ കോവിഡിനെ ഒഴിച്ചുവിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വളരെ നിരുപദ്രവകരമായ ആചാരങ്ങളെ പോലും വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിൽ രണ്ട് കാര്യം നടക്കുന്നുണ്ട്. ഒന്ന് ബഹുസ്വരതാ നിഷേധമാണ്. ഇപ്പം ഭദ്രദീപം കൊളുത്തൽ താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്, പക്ഷേ പൊതുവേദികളിൽ വേണമെന്നുള്ളത് സ്വകാര്യ ജീവിതത്തിൽ നിന്ന് പോലും ഇത്തരം ചടങ്ങുകൾ എടുത്തു കളയണമെന്നാണ് കേരളത്തിൻ്റെ നവോത്ഥാന നായകനായ വാഗ്ഭടാനന്ദൻ പറഞ്ഞത്. ഇതേ കാര്യമാണ് EMS പറഞ്ഞത്. ഞാൻ വിളക്ക് കത്തിക്കില്ല എന്ന് അജിത പറയുന്നുണ്ട്, നന്ദിത ബോസ് പറയുന്നുണ്ട്. ഒരു സന്ദർഭത്തിൽ G. സുധാകരൻ, അദ്ദേഹം വിളക്ക് കത്തിക്കുന്ന ആളാണ്, പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇതിങ്ങനെ ആവർത്തിച്ച് ഇത് മാത്രം ആക്കണ്ട എന്ന് പറഞ്ഞതാണ് ഇവിടെ വലിയ കോലാഹലം ഉണ്ടായത്. അപ്പോൾ 2014 ശേഷം നമ്മുടെ ആചാരങ്ങളുടെ മണ്ഡലത്തിൽ അപകടകരമായുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കാല് കഴുകലിലേക്ക് വന്നാൽ സത്യത്തിൽ അത് ഹിന്ദു മതത്തിൻ്റെ ആചാരമല്ല. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന ദളിതുകളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്ത് രാവിലെ മുതൽ രാത്രി വരെ ചളിയിൽ പൂണ്ട് ജോലി ചെയ്തിട്ട് ആ ശരീരത്തിലെ ചളി പോലും മര്യാദക്ക് കഴുകിയിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനത ഇവിടെ ആചാരപരമായിട്ട് വളരെ അനിവാര്യമായിട്ട് ശരീരത്തിലെ അഴുക്ക് കളയുന്നതിൻ്റെ ഭാഗമായിട്ട് കഴുകാൻ കയ്യും കാലും കഴുകാൻ കഴിയാതെ പോയ ജനത, അത് അവരുടെ ആചാരം എന്ന് പറഞ്ഞാൽ ശരിയല്ല. നമ്മൾ സാധാരണ ഈ സുവർണ ഭൂതകാലം എന്ന് പറയും. അത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ 100% തെറ്റാണ്. മറ്റ് ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ്. അങ്ങനെ ഒരു ഗോൾഡൻ പാസ്റ്റ് ഇല്ല. അതേസമയത്ത് ഇന്ത്യക്കൊരു ജാതിഭൂതമുണ്ട്. ആ ജാതിഭൂതം എന്ന് പറയുന്ന ഇതാണ് ഭൂരിപക്ഷം ജനങ്ങളുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയൊക്കെ വളരെ മ്ലേച്ഛമായിട്ട്, ഈ ബ്രാഹ്മണിക്കൽ ആചാരങ്ങളെ വളരെ ഉന്നതമായിട്ടും അവർ കണ്ടു എന്നുള്ളതാണ്. അത് ഈ ആചാരത്തിൽ മാത്രമല്ല, വസ്ത്രം, ഭക്ഷണം, ഭാഷ, നിറം, എല്ലാറ്റിലും ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഒന്നിനും കൊള്ളരുതാത്തവരാണ്. അതാണല്ലോ മ്ലേച്ഛം എന്നുള്ള സങ്കല്പം. അപ്പോൾ അത് ഈ ആധികാരിക ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് മനുസ്മൃതി. അതിൽ കൃത്യം പറയുന്നുണ്ട്, അധസ്ഥിതർക്ക് സ്വന്തം ഇഷ്ടമുള്ള പേരിടാൻ പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അധസ്ഥിതർക്ക് പൊതുവഴിയിലൂടെ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. മുടി വളർത്താൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. വീടിന് ഓടിടാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. എന്തിന് മലയാള ഭാഷ, കേരളത്തിലെ അധസ്ഥിതർക്ക് മര്യാദക്ക് മലയാള ഭാഷ പറയാൻ അവകാശം ഉണ്ടായിരുന്നില്ല. അതായത് അടിമ മലയാളമാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. റാൻ, അടിയൻ, അത്തരൊരു കോണ്ടക്സ്റ്റിലാണ് മമ്പുറം തങ്ങൾ മുതൽ വേടൻ വരെയുള്ളവരുടെ ഇടപെടൽ. മമ്പുറം തങ്ങൾ പറയുന്നുണ്ട് അത് 1852 1.5 നൂറ്റാണ്ട് മുമ്പാണ് മമ്പുറം തങ്ങൾ പറയുന്നുണ്ട്, തമ്പുരാൻ എന്ന് വിളിക്കരുത്, റാൻ എന്ന് പറയരുത്, ഉച്ഛിഷ്ടം തിന്നരുത്, നിവർന്ന് നടക്കണം, ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ച് വാങ്ങണം എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലൊക്കെ പലതരത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ആ ആവർത്തനത്തിൻ്റെ വേറൊരു തരത്തിലുള്ള ആവിഷ്കാരമാണ് ഇന്ന് ജനകീയമായുള്ള പാട്ടിലും മറ്റും ജ്വലിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ജാതി മേൽക്കൊയ്മ അരക്കിട്ടുറപ്പിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇത് ഹിന്ദു മതത്തിൻ്റെ ഭാഗമല്ല എന്നാണ് ഒന്നാമത്തെ കാര്യം. കാരണം ശ്രീനാരായണ ഗുരു തൻ്റെ കാല് കഴുകാൻ ആരോടും ആവശ്യപ്പെട്ടില്ല. കേരളത്തിലെ നിരവധി നവോത്ഥാന പ്രതിഭകളുണ്ട്, അവരൊന്നും തങ്ങളുടെ കാല് കഴുകാൻ ആരോടും പറഞ്ഞിട്ടില്ല, അവരാരുടെയും കാലും കഴുകിയിട്ടില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഹിന്ദുമതത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയില്ലാത്ത, ഹിന്ദുമതത്തിലെ തന്നെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയില്ലാത്ത, നമ്മൾ രാഷ്ട്രീയമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ സാമ്രാജ്യത്വ വിരുദ്ധ കാലത്തോ അതുപോലെ കർഷക സമരങ്ങളോ
തൊഴിലാളി സമരങ്ങളോ ഒന്നും അനുവാദം നൽകിയിട്ടില്ലാത്ത അത്തരം ഒരു ആലോചന തന്നെ അവരുടെ ചിന്താലോകത്ത് കടന്നു വന്നിട്ടില്ല. അപ്പോൾ പിന്നെ അതൊരു ബ്രാഹ്മണിക്കൽ ആചാരമാണ്. അതുകൊണ്ട് വളരെ സംക്ഷിപ്തമായി പറഞ്ഞാൽ ഇന്ത്യൻ ജാതി മേൽക്കോയ്മ ഇന്ത്യൻ ജനതയുടെ ജീവിതത്തിനുമേൽ, ശരീരത്തിലും മനസ്സിലും മസ്തിഷ്കത്തിലുമൊക്കെ എന്താ പറയുക, വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക ബോംബ്, കൾച്ചറൽ ബോംബാണിത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴിക്കുക എന്നുള്ളത്. ഇത് പക്ഷേ പെട്ടെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. അതെന്താന്ന് പറഞ്ഞാൽ ഇത് ആദരവല്ലേ, ബഹുമാനമല്ലേ, സ്നേഹമല്ലേ. ഇത് ആദരവുമല്ല, ബഹുമാനവുമല്ല, സ്നേഹവുമല്ല. ഇത് പ്രച്ഛന്നമായ അടിമത്തം ദൃഢപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ്. അതായത് മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഉണ്ട ചോറിന് കൂറ് കാണിക്കണം. ആൾ വിചാരിക്കും ഇത് ഗംഭീരം തന്നെ കേട്ടോ. പക്ഷെ ഇത് അങ്ങേയറ്റ അസംബന്ധമാണ്. കാരണം കൂറ് എന്ന് പറയുന്നത് ഒരു ഫ്യൂഡൽ മൂല്യമാണ്. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം സത്യത്തിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് അപഹരിച്ച ഭക്ഷണമാണ്. നിങ്ങൾക്ക് മിച്ചം വരുന്ന ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണമല്ല, അത് മറ്റാരുടേതോ നിന്നും മോഷ്ടിക്കപ്പെട്ട ഭക്ഷണമാണ്. അത് കൊടുക്കുന്നതിൽ ആ പറയുന്ന തരത്തിലുള്ള വലിയ മഹത്വമൊന്നുമില്ല. അത് കൊടുക്കാതിരിക്കുന്നതിൽ അങ്ങേയറ്റത്തെ ജനവിരുദ്ധതയും ഉണ്ട്. അപ്പം നമ്മളിപ്പം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ കൂടി പറയും, ഒരു നായക്കാണ് ഒരു പിടി ചോറ് കൊടുത്തതെങ്കിൽ അത് കാണുമ്പോൾ ഒന്ന് വാലാട്ടെങ്കിലും ചെയ്യും. മനുഷ്യൻ വാലാട്ടാനുള്ള ഒരു നായയല്ല, അത് ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടവനാണ്. അങ്ങനെ വാലാട്ടി നായ്ക്കളാക്കിയ ഒരു തലമുറയെ മാറ്റാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ പല ആചാര ഭീകരതകളും, ബ്രാഹ്മണിക്കൽ ആചാര ഭീകരതകളും തുടർന്നു പോരുന്നത്. അതുകൊണ്ട് ഞാൻ അമർത്തി പറയുന്നത്, ഒന്ന്, ഇത് മതപരമായ ആചാരമല്ല. രണ്ട്, ഇത് സാധാരണ ആചാരങ്ങൾ എന്ന വകുപ്പിൽ ഉൾപ്പെടുത്താവുന്നതല്ല. മൂന്ന്, ഇത് ആചാര ഭീകരതയാണ്. ജാതി മേൽക്കോയ്മ, അതിൻ്റെ സാംസ്കാരിക ആധിപത്യം ദൃഢപ്പെടുത്താൻ വേണ്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വേറൊന്ന്, പിന്നെ ഇതിലെ മാഷ് കുറെ കാലം അധ്യാപകനും കൂടെ ആയിരുന്നുള്ള ആളാണല്ലോ. ഈ ഈ ഒരു പെർട്ടിക്കുലർ സ്ഥാനത്ത് നമ്മൾ എതിർക്കും പറയുന്നത് അധ്യാപകരെ ബഹുമാനിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഇങ്ങനെയാണോ അധ്യാപകനെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കണം ഒരു അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള ബന്ധം എന്നുള്ള ഒരു ഇത്? നമ്മൾ ആരെങ്കിലും ഇതിനെ എതിർക്കും പറയുന്നത് നിങ്ങൾ ഇത്തരം ബഹുമാനങ്ങളെ, സ്നേഹങ്ങളെ ഒക്കെ എതിർക്കുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. അല്ല, അധ്യാപകനെ മാത്രമല്ല, എല്ലാ മനുഷ്യരും സത്യത്തിൽ പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും സംവാദം നടത്തുകയും ഒക്കെ ചെയ്യേണ്ടവരാണ്. അപ്പം അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അറിവിൻ്റെ ലോകത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് സ്വാഭാവികമായിട്ടും ആ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ, നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അധ്യാപകനാണ്, വിദ്യാർത്ഥി വിദ്യാർത്ഥിയാണ്. അധ്യാപകനെ ഗുരു എന്നും വിദ്യാർത്ഥിയെ ശിഷ്യൻ എന്നും വിളിക്കുന്നത്, ഗുരു ശിഷ്യ ബന്ധം എന്ന് വിളിക്കുന്നത് ഒരു ഫ്യൂഡൽ കാലത്തിൻ്റെതാണ്. കാരണം ഗുരുകുലത്തിൻ്റെ വലിച്ചു നീട്ടലല്ല ആധുനിക വിദ്യാലയം. ഗുരുകുലത്തെ പൊളിച്ചിട്ടാണ് ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നത്. ഗുരുകുല ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ജാതി മേൽക്കോയ്മയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അവിടെ നിലനിന്ന നീതിയല്ല, അവിടെ നിലനിന്ന നീതിയുടെ സ്വഭാവം വ്യക്തമാക്കുന്ന പുരാണത്തിലെ ഒരു ഉദാഹരണമാണ് ദ്രോണാചാര്യരും ഏകലവ്യനും തമ്മിലുള്ള ബന്ധം. അത് വിരൽ മുറിച്ചു വാങ്ങുന്ന സ്നേഹശൂന്യതയുടെ ഭാഗമാണ്. മാത്രമല്ല, ഗുരുവിന് തന്നെ സമർപ്പിക്കുകയാണ്. ഗുരുവിൻ്റെ മുമ്പിൽ തൻ്റെ ജീവിതം തന്നെ സമർപ്പിക്കുന്ന ഒരു രീതിയാണ്. അതായത് ഗുരു എല്ലാം അറിയുന്നവനാണ്, ശിഷ്യർ ഒന്നും അറിയാത്തവരാണ്. എല്ലാം അറിയുന്ന ഗുരു, ഒന്നും അറിയാത്ത ശിഷ്യർ. ഈ ഒരു കാഴ്ചപ്പാട് തന്നെ ആധുനിക ജനാധിപത്യമായിട്ട് പൊരുത്തപ്പെട്ടു പോയില്ല. കാരണം ഗുരുവിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം, ശിഷ്യർക്കും അറിയാം. മാത്രമല്ല, കാലം മുന്നേറുന്നതിനനുസരിച്ച് പഠിക്കുന്നവരുടെ പഠനത്തിൻ്റെ രീതിയും അതിൻ്റെ ഉള്ളടക്കവും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട്
അധ്യാപകർ ആദരിക്കപ്പെടണം, എല്ലാ മനുഷ്യരും ആദരിക്കപ്പെടണം. അങ്ങനെ ആദരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പഠനത്തിൽ സൂക്ഷ്മത പുലർത്തുക, മതനിരപേക്ഷ ജനായത്ത മൂല്യങ്ങളോട് ആഭിമുഖ്യമുള്ളവരാവുക, ഇതൊക്കെയാണ് ഒരു വിദ്യാർത്ഥിക്ക് അധ്യാപകന് നൽകാവുന്ന ഏറ്റവും മികച്ച പുരസ്കാരം. അതിന് പകരം അധ്യാപകൻ്റെ മുമ്പിൽ പൂർണ്ണമായിട്ടും കീഴ്പ്പെടലാണ്. അത് നേരത്തെ പറഞ്ഞ ഫ്യൂഡൽ മൂല്യമാണ്, കീഴ്പ്പെടലല്ല. അധ്യാപകനെ ക്ലാസ് റൂമിൽ ചോദ്യം ചെയ്യേണ്ടി വന്നാൽ ചോദ്യം ചെയ്യണം. ഒരു അധ്യാപകൻ തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ അല്ലല്ലോ എന്ന് പറയാൻ ഒരു വിദ്യാർത്ഥിക്ക് കഴിഞ്ഞാൽ, ബർട്രൻഡ് റസ്സൽ ആത്മകഥയിൽ പറയുന്നുണ്ട്, ഒരു അധ്യാപകൻ ഇങ്ങനെ ഒരു തെറ്റ് പറഞ്ഞുകൊണ്ടിരുന്നപ്പം റസ്സൽ എഴുന്നേറ്റ് നിന്ന് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ആ അധ്യാപകൻ പറഞ്ഞു, 10-20 കൊല്ലമായി ഞാൻ ഈ തെറ്റ് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ആദരിച്ചു. ആദരവ് വൺ വേ ട്രാഫിക് അല്ല. അത് ആദരവ് അർഹിക്കുന്ന പ്രവൃത്തി ഏതൊരാൾ എപ്പോൾ ചെയ്താൽ അയാളെ ആദരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അധ്യാപകരെ എല്ലാ കാലത്തും കേവലമായിട്ട് ആദരിച്ചുകൊണ്ടിരിക്കണം എന്ന ഒരു കാഴ്ചപ്പാട് തന്നെ ജനായത്തുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. അപ്പം ഈ കാല് കഴുകുന്നതും ആദരിക്കുന്നതും തമ്മിൽ എന്ത് ബന്ധമാണെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പ്രേം മുകുന്ദൻ്റെ പുലയപ്പാട്ട് എന്നുള്ള ഒരു നോവലുണ്ട്. അത് പഴയകാല ജീവിതത്തെക്കുറിച്ച് പറയുന്ന, എനിക്ക് തോന്നുന്നത് ഗൗതമനാണ് അതിലെ പ്രധാന കഥാപാത്രം. അപ്പോൾ ആ കഥാപാത്രം ഓരോ ആളെയും മനസ്സിലാക്കുന്നത് അയാളുടെ മുഖം കണ്ടിട്ടല്ല, കാല് കണ്ടിട്ടാണ്. മൊരിയുള്ള കാല് രൈതു നമ്പ്യാരുടെയാണ്. കറുത്ത പുള്ളിക്കുത്തുള്ള കാല് അത് ടിച്ചാക്കരപ്പൻ നമ്പ്യാരുടെയാണ് എന്നൊക്കെ ജന്മിമാരുടെ പേരാണ് ഇതൊക്കെ. കാരണം അയാൾക്ക് തലയുയർത്തി നടക്കാനുള്ള അവകാശമില്ല. അഭിമുഖം എന്നുള്ള ആ ഒരു ജനായത്വത്തിൻ്റെ അവസ്ഥയില്ല. നിങ്ങൾക്ക് മുഖത്തോട് മുഖം നോക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് താഴേക്ക് നോക്കിയേ നടക്കാൻ പറ്റുള്ളൂ, അപകർഷതാബോധം. അപ്പം കാല് കണ്ട ആളെ മനസ്സിലാക്കുന്ന ഒരു കാലം, അത് ഈ അടിമത്ത കാലമാണ്. ഈ നാടുവാഴ്ത്തുണ്ടാക്കിയ വൃത്തികേടാണ്, അശ്ലീലമാണ്. ആ കാലത്തിൻ്റെ എത്ര വേഗം എടുത്തു മാറ്റാമോ അത്രയും വേഗം എടുത്തു മാറ്റേണ്ട ഒരു വേസ്റ്റാണ്, അവശിഷ്ടമാണ് സത്യത്തിൽ ഈ കാൽക്കൽ വീഴുക എന്നുള്ളത്. ഇപ്പം ഞാൻ പറയാം, അതായത് ഇപ്പം കാൽക്കൽ വീഴുക, കാല് കഴുകുക, കാല് നക്കുക, കാല് പിടിക്കുക, കാല് വാരുക എന്നൊക്കെ പറയുന്ന ഈ കാലുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പ്രയോഗങ്ങളും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ ഈ പറയുന്ന കുനിയാന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടല്ല. അപ്പോൾ നമുക്ക് ഒരാളെ കാല് തൊട്ടെങ്കിൽ നമ്മൾ കുനിയണമല്ലോ. നമ്മൾ കുനിയുന്നത് തെറ്റല്ല, പക്ഷെ അത് നമ്മൾ നിവരാനായിരിക്കണം, വീഴാനാവരുത്. ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇതൊരു ആചാരമാണ്. ഇത് സാധാരണഗതിയിൽ ഒരു ആചാരമായിട്ടാണ് നമ്മൾ കാണുക. പക്ഷെ ഇത് കൃത്യം നോക്കിയാൽ അതൊരു ആചാരമല്ല. നീ എൻ്റെ മുമ്പിൽ കുനിയണം എന്നൊരു പ്രച്ഛന്ന കൽപ്പന അതിൻ്റെ പിന്നിലുണ്ട്. നിനക്കൊന്നും എൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ അവകാശമില്ല. എന്നാൽ നേരെ മറിച്ച് ഒരു അധ്യാപകൻ ചെയ്യേണ്ടത് കുനിഞ്ഞു നിൽക്കുന്ന ഒരാളെ നിവർന്നു നിൽക്കാനുള്ള ഊർജം നൽകുക. അവിടെയാണ് ഒരു അധ്യാപകൻ ഉണ്ടാകുന്നത്. നേരെ മറിച്ച് കുനിഞ്ഞു നിൽക്കുന്ന ആളെ വീണ്ടും കുനിപ്പിക്കാൻ അതിനൊരു അധ്യാപകൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സാധാരണ പറയുക ഗുരു, അതിന് നമ്മൾ അർത്ഥമൊക്കെ കൊടുത്തിട്ടുണ്ട്. അർത്ഥമൊക്കെ ശരിയാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അല്ലെങ്കിൽ ഇരുട്ടിനെ പ്രതിരോധിക്കുന്ന നല്ല അർത്ഥമാണ്. പക്ഷേ അത് ഉൽപ്പാദിപ്പിച്ചൊരു ആശയ ലോകം എന്ന് പറയുന്നത് സംശയം ചോദിക്കുന്ന ഒരു ശിഷ്യൻ. അപ്പോൾ ആ ശിഷ്യന് സംശയം ചോദിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. ഈ പഠിപ്പിക്കുന്ന ആൾക്ക് വിദ്യാർത്ഥിയിൽ നിന്ന് പഠിക്കാനുണ്ടാവും. അതുകൂടി ഉൾക്കൊള്ളുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ ഗുരുപൂജ, ഗുരുപൂർണിമ എന്നൊക്കെ നമ്മൾ പറയുമ്പം ഗുരു പൂർണ്ണമാണ് എന്നുള്ളൊരാശയമാണ്. ആ ആശയം അപനിർമ്മിക്കപ്പെടേണ്ട ഒരു ആശയമാണ്. ഗുരുവിന് അനുഭവ സമ്പത്തുണ്ട്, അറിവിൽ ഗുരു ചില കാര്യങ്ങളിൽ മുന്നിലാണ്, അതെല്ലാം ശരിയാണ്. വിദ്യാർത്ഥികളെ സഹായിക്കാൻ പറ്റും, സഹായിയാണ്, സുഹൃത്താണ്, ബന്ധുവാണ്. ഒരേ കാലത്ത് ജീവിക്കുന്ന മനുഷ്യർ എന്നുള്ള അർത്ഥത്തിൽ
ആ കാലത്ത് അനീതിക്കെതിരെ ഒരുമിച്ച് നിന്ന് പൊരുതേണ്ടവരാണ്. ആ അർത്ഥത്തിലാണ് ഗുരു ശിഷ്യ ബന്ധം എന്ന് പണ്ട് കാലത്ത് പറഞ്ഞത്. അതിന്ന് ആ നിലക്ക് നിലനിൽക്കുന്നില്ല. അതിന് പകരം അധ്യാപക വിദ്യാർത്ഥി ബന്ധം എന്ന ഒരു പുതിയ പരികല്പന നമ്മുടെ നാട്ടിൽ പലർക്കും ഇത് മനസ്സിലായിട്ടില്ല. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ജമ്മി കുടിയാൻ ബന്ധം. ജമ്മി കുടിയാൻ ബന്ധമല്ല തൊഴിലാളി മുതലാളി ബന്ധം. പലരും വിചാരിക്കുന്നത് ജമ്മിയുടെ ഏട്ടനാണ് മുതലാളി, ഈ കുടിയാൻ്റെ ബന്ധുവാണ് തൊഴിലാളി എന്നാണ്. അല്ല, കുടിയാൻ എന്ന് പറയുന്നത് ഈ ജമ്മിക്ക് പൂർണ്ണമായിട്ടും ഔപചാരികമായും അനൗപചാരികമായും കീഴ്പ്പെട്ട് ജീവിച്ച ആളാണ്. എന്നാൽ തൊഴിലാളി എന്ന് പറഞ്ഞത് അനൗപചാരികമായി ഇയാൾക്ക് കീഴ്പ്പെട്ടിട്ടല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളിക്ക് തൊഴിലെടുക്കാതിരിക്കാൻ അയാൾക്ക് പട്ടിണി കൊണ്ട് മരിച്ചു പോകുന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു കുടിയാന് തൊഴിലെടുക്കാതിരിക്കാൻ കഴിയില്ല. അയാൾ ജമ്മിയുടെ ഉടമസ്ഥതയിലാണ്. എന്നാൽ തൊഴിലാളി ജമ്മിയുടെ ഉടമസ്ഥതയിലല്ല. അയാൾക്ക് ഔപചാരികമായിട്ടാണെങ്കിലും സ്വന്തം ഒരു നിലനിൽപ്പുണ്ട്. ഏത് മുതലാളിയെ സ്വീകരിക്കണം എന്ന് അയാൾക്ക് തീരുമാനിക്കാം. എന്നാൽ ഒരു നാടുവാഴിയുടെ അടിമക്ക് വേറെ നാടുവാഴിയെ സ്വീകരിക്കാനുള്ള ചോയ്സ് ഇല്ല. അപ്പോൾ കുടിയാൻ്റെ കേവല തുടർച്ചയല്ല. അതുപോലെ തന്നെ നമ്മൾ സാധാരണ പറയും സഹൃദയർ, പഴയ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ സങ്കല്പമാണ്. ആ സങ്കല്പം അനുസരിച്ച് ഒരു കൃതി വായിക്കുമ്പോൾ ആ കൃതി എഴുതുമ്പോൾ എഴുത്തുകാരനുഭവിച്ച അതേ വികാര വിചാരങ്ങളിലൂടെ വായനക്കാർ കടന്നു പോയാൽ സമാന ഹൃദയമുള്ളവരായാൽ അവർ സഹൃദയരാവും. അത് സത്യത്തിൽ ഫോട്ടോ കോപ്പിയാണ്. അത് എഴുത്തുകാരൻ്റെ ഒരു മേൽക്കോയ്മയുടെ ഭാഗമായിട്ട് വായന ചുരുങ്ങലാണ്. നേരെ മറിച്ച് ജനാധിപത്യ വായനയിൽ ഈ പറഞ്ഞ സമാന ഹൃദയത്വം പോലി പകരം വായന പുതിയ ലോകങ്ങളിലേക്ക് പടരും. അപ്പോൾ സഹൃദയർ എന്നതിൽ നിന്ന് കുറേ കൂടി മുന്നിലാണ് വായനക്കാർ. അതുപോലെ കുടിയാനിൽ നിന്ന് കുറേ കൂടി വ്യത്യസ്തമാണ് ഈ പറയുന്ന തൊഴിലാളി. അതേപോലെ ഗുരുവിൽ നിന്ന് വേറെ മുന്നിലാണ് അധ്യാപകർ, ശിഷ്യരിൽ നിന്ന് ഏറെ മുന്നിലാണ് വിദ്യാർത്ഥികൾ. അതുകൊണ്ട് മാറി വന്ന കാലത്തെ മുന്നേറ്റത്തെ മറച്ചിടാനാണ് ജാതി മേൽക്കോയ്മയുടെ നേതൃത്വത്തിൽ നവഫാസിസ്റ്റുകൾ പല സ്ഥലത്തും കാലുകഴുകൽ എന്ന ഏർപ്പാട് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ് അവർ. ഇപ്പോൾ അത് അവർ വ്യാപകമാക്കാനും അതിനെ പലതരത്തിൽ ന്യായീകരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു വീട്ടിൽ അവരുടെ മതാചാരത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതവരുടെ സ്വാതന്ത്ര്യമാണ്, അതൊരു സംവാദ വിഷയം മാത്രമാണ്. എന്നാൽ ഒരു പൊതുവേദിയിൽ ഇത് ചെയ്യുന്നത് അനുചിതമാണ്. ഇനിയിപ്പം ഏതെങ്കിലും സമ്മേളന നഗരിയിലേക്കൊക്കെ ഒരു ഈ പറഞ്ഞ മഹാനായ ഒരാൾ വരുമ്പോൾ ആളുകളെല്ലാം കൂടി അയാളുടെ കാല് കഴുകുകയും കാല് കഴുകിയ വെള്ളം കുടിക്കുകയും അയാളുടെ കാലിൻ്റെ മുകളിലേക്ക് കെട്ടിമറിഞ്ഞ് വീഴുകയും ഒക്കെ ചെയ്താൽ അതെന്തുമാത്രം ഒരു അസംബന്ധമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ തന്നെ ഉടൻ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു പകർച്ചവ്യാധി പോലെ പടർന്നാൽ അത് വലിയ വിപത്തായിരിക്കും. ഞാൻ വേറൊന്ന്, ഇപ്പൊ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു, അല്ലാണ്ട് തന്നെ വേറെ കുറെ ആചാരങ്ങൾ, ഇപ്പം വിവാഹമായിട്ട് ബന്ധപ്പെട്ട്, ഗർഭധാരണമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ കുട്ടി ജനിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലതരം മാഷ് നേരത്തെ പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതുണ്ടാക്കുന്ന ഒരു പിന്നെ ഇമ്പാക്റ്റാണ് മറ്റുള്ളവരിൽ. ഇത് സോഷ്യൽ മീഡിയ വഴി ഇത് പ്രചരിപ്പിക്കുന്നു. അതിൻ്റെ ഒരു സാമ്പത്തിക വശം കൂടെ ഉണ്ടല്ലോ, ഇത്തരം ആഘോഷങ്ങളുടെ ഒരു സാമ്പത്തിക വശം കൂടെ. കഴിഞ്ഞ ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പാണ് ഈ വെക്കേഷൻ അധ്യാപക പരിശീലനത്തിനിടയിൽ വളകാപ്പ് എന്ന് പറഞ്ഞൊരു ചടങ്ങ്. അപ്പൊ ഇത്തരം ചടങ്ങുകളോ ആചാരങ്ങളോ ഒക്കെ പണ്ടുണ്ടായിരുന്നു, നമ്മൾ അതൊക്കെ പൊളിച്ചിട്ടാണ് വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറി വന്നിട്ടുള്ളത്. അധ്യാപക പരിശീലനത്തിന്റെ ഇടയിൽ പോലും ഇത്തരം പരിപാടികൾ നടക്കുന്നു. അധ്യാപകരും കുട്ടികളൊക്കെ സൊസൈറ്റിയുടെ ഭാഗമാണ്, നടക്കുന്നതൊക്കെ. അതിൻ്റെ ഒരു അപകടം കാണുന്നില്ലേ? ഇത്തരം ഈ നമ്മൾ ഇപ്പം പറഞ്ഞ ആചാരം അല്ലാണ്ട് തന്നെ പലതരത്തിലുള്ള ആചാരങ്ങൾ ഇങ്ങനെ വ്യക്തി ജീവിതത്തിലേക്കും അല്ലാണ്ട് അത് സമൂഹത്തിലേക്കൊക്കെ വരുന്നതല്ലേ? പ്രത്യേകിച്ച് കല്യാണങ്ങളുടെ കാര്യങ്ങൾ, അതൊരു വലിയ ആഘോഷമാകുന്നു എന്നുള്ളത് അതിൻ്റെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതായിട്ട് ബന്ധപ്പെടുത്തി വേണം ആലോചിക്കാൻ. അതായത് ആചാരങ്ങൾ
ഈ മനുഷ്യബന്ധത്തിൻ്റെ ഒരു ആ, ആവിഷ്കാരത്തിന് സഹായകമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, അതും വ്യക്തിതലത്തിൽ ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ, അതിനെ ആ നിലക്ക് ആ മണ്ഡലത്തിൽ സംവാദം ആവശ്യമാവാം. അതേസമയം അതൊരു വ്യക്തിയുടെ, ഇപ്പം ഒരാൾ കൈകൂപ്പുന്നു, വേറൊരാൾ മുഷ്ടി കിട്ടുന്നു, വേറൊരാൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നു, ഇതെല്ലാം പരസ്പര ബന്ധത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ തുടരും. ഇനി രണ്ടാമത് ഇപ്പം വിവാഹം, മരണം, ഗൃഹപ്രവേശം, ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആചാരങ്ങൾ, ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതിൽ ജനായത്തത്തിൻ്റെ ഒരു പൊതു നിലപാട് നവോത്ഥാനമൊക്കെ മുന്നോട്ട് വെച്ചത് പൗരോഹിത്യ നിരാസത്തിൻ്റെ ഒരു നിലപാടാണ്. എന്നാൽ വർത്തമാനകാലത്ത് പൗരോഹിത്യ സാന്നിധ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയൊരു സംവാദ വിഷയമാക്കേണ്ടതാണ്. പക്ഷെ അപ്പോഴും അത് ഈ പറഞ്ഞ ജാതി മേൽക്കോയ്മയുടെ ആചാരങ്ങളുമായിട്ട് അതിനെ തുല്യപ്പെടുത്താൻ പറ്റില്ല. കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക സാമൂഹ്യ വിഭാഗത്തിൽ നിലനിൽക്കുന്ന പൗരോഹിത്യം, ആ പൗരോഹിത്യത്തെ ആ മതവിഭാഗത്തിലെ തന്നെ നവോത്ഥാന പ്രസ്ഥാനത്തിനും ആ മതവിഭാഗത്തിന് പുറത്തുള്ള മറ്റു മതവിഭാഗത്തിലെയും രാഷ്ട്രത്തിൻ്റെയും നിലപാടിനും അതിനെ നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ജനായത്തുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാത്ത ഒരു കാര്യം എക്സ് സമൂഹത്തിലോ വൈ സമൂഹത്തിലോ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അതിനെ നിയമപരമായിട്ട് നേരിടാൻ പറ്റും, ബഹുജന പ്രക്ഷോഭത്തിലൂടെ നേരിടാൻ പറ്റും, സർക്കാർ ഇടപെടലിലൂടെ നേരിടാൻ പറ്റും. അങ്ങനെ അതിനോട് ജനങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റും. ആ പ്രതികരണം പൂർണ്ണമായി വിജയിക്കോ ഇല്ലയോ എന്നുള്ളത് പല സന്ദർഭങ്ങളെ ആശ്രയിച്ചിരിക്കും. പക്ഷേ സ്റ്റേറ്റ് തന്നെ ജനായത്ത വിരുദ്ധമായുള്ള ആചാരങ്ങൾ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിനെ നേരത്തെ നമ്മൾ പറഞ്ഞ ആചാരങ്ങളെ പോലെ ഇതാക്കാൻ പറ്റില്ല. ഓരോ മതവിഭാഗത്തിനും അതിൻ്റേതായുള്ള ആചാരങ്ങളുണ്ടല്ലോ. സത്യത്തിൽ ആഴത്തിൽ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് ആചാരങ്ങൾ കുറഞ്ഞ് വരും സ്വാഭാവികമായിട്ട്. അത് സ്പിരിച്വാലിറ്റിയുടെ ഒരു തത്വമാണല്ലോ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പൊതുവിൽ ഒരു ഉപരിത വിശ്വാസങ്ങളോ ആചാരങ്ങളോ ഒക്കെയാണുള്ളത്. അപ്പോൾ ആളുകൾ അതിൻ്റെ ആചാരപരതയിലാണ്. നവോത്ഥാനം പ്രധാനമായിട്ടും അതിൻ്റെ അജണ്ടയായിരുന്നു. അത് വേണ്ടത്ര വിജയിച്ചിട്ടില്ല. അപ്പോൾ അത് ഇനിയും തുടരേണ്ട ഒരു സമരമാണ്. പക്ഷേ ഈ രണ്ട് സമരവും വ്യത്യസ്ത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ബ്രാഹ്മണിക്കൽ ആചാരങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതും, അതേസമയം മറ്റു തരത്തിലുള്ള പല ആചാരങ്ങൾ, ഇപ്പോൾ ആദിവാസികൾക്കിടയിൽ ഒരുപാട് ആചാരങ്ങളുണ്ടല്ലോ. എല്ലാ മതവിഭാഗത്തിൻ്റെ ഇടയിലും ആചാരങ്ങളുണ്ട്. അതിൽ ചിലത് അനാചാരങ്ങളായിരിക്കും. അതിനെതിരെ തീർച്ചയായിട്ടും പ്രചാരണങ്ങളും മറ്റും അനിവാര്യമാണ്. അതും നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളും നേരത്തെ ഇപ്പം ചൂണ്ടിക്കാണിച്ചു. അധ്യാപകർക്ക് ഇടയിലുള്ള അധ്യാപകരും നമ്മുടെ ഈ കാലത്ത് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവർക്കിടയിലും നമ്മളിപ്പോൾ നോക്കിയാൽ മതിയല്ലോ എന്തെല്ലാം തരം അന്ധവിശ്വാസങ്ങളാണ് ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നത്. പിന്നെ സിനിമയിലും ഒക്കെ അത് വന്നിട്ടുണ്ടല്ലോ, അധ്യാപകരുടെ അന്ധവിശ്വാസങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷേ അധ്യാപകർ തങ്ങളുടെ അന്ധവിശ്വാസം കുട്ടികളുടെ മേൽ കെട്ടിവെക്കുക, സമൂഹത്തിൻ്റെ മേൽ കെട്ടിവെക്കുക. അധ്യാപകരോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അന്ധവിശ്വാസത്തിനോ അല്ലെങ്കിൽ ഒരു അനാചാരത്തിനോ അടിമപ്പെടുന്നത് തന്നെ അപകടകരമാണ്. പക്ഷേ അതിനേക്കാൾ എത്രയോ അപകടകരമാണല്ലോ അതവർ മറ്റുള്ളവരുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്. അതിനേക്കാൾ അപകടകരമാണല്ലോ ആ കെട്ടിവെക്കുന്നതിന് ഭരണകൂടം പിന്തുണ നൽകുന്നത്. അതിനേക്കാളും അപകടമാണ് ആ കെട്ടിവെക്കലിനും ഭരണകൂട പിന്തുണക്കും അനുസൃതമായുള്ള നിരവധി ന്യായങ്ങൾ നിർമ്മിച്ചിട്ട് ഇത് വളരെ മികച്ചതാണെന്ന് വരുത്തി തീർക്കുന്നത്. ഈ നാലാമത് പറഞ്ഞാണ് കാലി കഴിയുന്നതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.